ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആപ്കി അദാലത്തിൽ വരാൻ പോകുന്ന വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ അഭിനേത്രിയാണ്, ഹാർഡ് വർക്കറാണ്. അപ്സ് ആൻഡ് ഡൗണിനെ കുറിച്ച് കുറച്ചുപോലും ഫീൽ ചെയ്യാത്ത ഫിലിം ഇൻഡസ്ട്രിയിൽ തനിക്കുന്ന ഒരു സ്ഥാനം നേടിയ വ്യക്തിയാണ്. നിറയെ ഹിറ്റ് സിനിമകൾ നൽകി ആക്ടിംഗിൽ തനിക്കുന്ന ഒരു സ്ഥാനം നേടി. പ്ലീസ് വെൽക്കം സെൻസേഷണൽ റാണി മുഖർജി. വിചാരണ തുടങ്ങാൻ പോകുകയാണ്. ആപ്കി അദാലത്തിൽ റാണി മുഖർജിയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ റാണി മുഖർജിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. റാണി എല്ലാ സിനിമയിലും കരയാറുമുണ്ട്, കരയിപ്പിക്കാറുമുണ്ട്. അതെ. ഈ കുറ്റാരോപണം ഞാൻ ശരിക്കും സമ്മതിക്കുന്നു. ഇക്കാര്യം സത്യമാണോ? താങ്കളുടെ ബ്രദർ താങ്കളെ സ്കൂളിലും വീട്ടിലും നിറയധികം കരയിപ്പിക്കാറുണ്ടെന്നുള്ളത്? നന്നായി കരയിപ്പിക്കും. പിന്നെ നമ്മളെ ടെൻഷൻ അടിപ്പിക്കും. എന്റെ 2 കണ്ണിലും ഒരു ടാപ്പുണ്ട്. അത് പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. എന്റെ വീട്ടിലും എന്നെ നന്നായി കളിയാക്കും. ചെറിയ വയസ്സ് മുതലേ ഞാൻ പെട്ടെന്ന് കരയാൻ തുടങ്ങും. താങ്കളോട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് പെട്ടെന്ന് കരയാൻ പറ്റും. പക്ഷെ കരയില്ല. തീർച്ചയായിട്ടും കരയില്ല. എന്താന്ന് വെച്ചാൽ കരയാത്ത രീതിയിലുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു രജിത് സാർ, താങ്ക് യു. ഇക്കാര്യം സത്യമാണോ? താങ്കളുടെ ആദ്യത്തെ സ്ക്രീൻ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് താങ്കൾ അവിടെ കരഞ്ഞിരുന്നു എന്നുള്ളത്? നന്നായി കരഞ്ഞു. രാജാക്കി ആയേഗി ഭാരത് പടത്തില് ഓഡിഷൻ നടക്കുമ്പോ അവര് എനിക്കൊരു സാരി തന്നു. അതല്ലാതെ ഒരു പേപ്പറും തന്നു. നീളമുള്ളൊരു പേപ്പറായിരുന്നു. വലിയ വലിയ ഡയലോഗുകളായിരുന്നു. അതും കോടതിയെ സംബന്ധപ്പെട്ടായിരുന്നു. പിന്നെ എന്റെ കണ്ണിൽ ഗ്ലിസറിൻ ഒഴിച്ചിട്ട് കരയാൻ പറഞ്ഞു. ഞാനെന്താ വിചാരിച്ചെന്ന് വെച്ചാ ഇവരെന്ത് പടമാണ് എടുക്കാൻ പോകുന്നതെന്ന്. ആ സമയത്ത് ആക്ടിങ് എന്താന്ന് എനിക്ക് അറിയേയില്ലായിരുന്നു. പിന്നെ നിറയെ ഗ്ലിസറിൻ ഒഴിച്ച് എനിക്ക് കണ്ണേ തുറക്കാൻ പറ്റില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒന്നും മനസ്സിലായില്ല. എന്റെ അമ്മയ്ക്ക് ഞാൻ ഹീറോയിനെ ആകണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. പിന്നെ സ്ക്രീൻ ടെസ്റ്റിന് ശേഷം പ്രൊഡ്യൂസറിനോട് എന്താ പറഞ്ഞെന്ന് വെച്ചാ, എന്റെ മകളുണ്ടല്ലോ, അവൾക്ക് അഭിനയത്തെപ്പറ്റി ഒരു കാര്യം അറിയില്ല, അതുകൊണ്ട് അവളെ സെലക്ട് ചെയ്യരുതെന്ന്. നിങ്ങളുടെ പടം പൊട്ടിപ്പോകുമെന്നും അവൾക്ക് അഭിനയിക്കാൻ അറിയില്ലെന്നും പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഒരു കാര്യങ്ങളും അറിയില്ലായിരുന്നു. എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. ഐ വാസ് ജസ്റ്റ് ഐ തിങ്ക് 15-16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് കോടതി ഡയലോഗുകളും ഗ്ലിസറിൻ തേച്ച് കരയാൻ പറയുന്നതൊക്കെ എനിക്കറിയില്ലായിരുന്നു. സോ നാച്ചുറൽ ആക്ടർ ആയതുകൊണ്ട് എനിക്ക് കരച്ചിൽ നന്നായി വരുമായിരുന്നു. ഞാൻ താങ്കളുടെ അച്ഛനായ റാം മുഖർജിയുടെ ഇന്റർവ്യൂ ഒന്ന് കണ്ടിരുന്നു. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കളുടെ ആദ്യത്തെ സിനിമ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അതായത് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് റോയിൽ മറ്റൊരാളുണ്ടായിരുന്നു. അയാൾ പറയുകയാണ്, ഈ കളവൻ കരയാൻ വേണ്ടിയാണോ വന്നത്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്റെ അച്ഛനും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കാണാൻ വളരെ വ്യത്യസ്തമായതുകൊണ്ട് അദ്ദേഹം തന്നെ കളവനാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം വളരെ ഹാൻസം ആയിരുന്നു. കണ്ടാ വയസ്സായവരെ പോലെ തോന്നുകയില്ല. മാഷാ അള്ളാ, അദ്ദേഹത്തിന് ഇപ്പൊ 80 വയസ്സായിരിക്കുന്നു. ബട്ട് ഹീസ് വെരി വെരി ഹാൻസം. ആക്ച്വലി എനിക്ക് തോന്നുന്നത് എല്ലാ അച്ഛന്മാർക്കും ഒരു മകള് കാണും. അവളെ നോക്കുകയാണെങ്കിൽ നന്നായി സംരക്ഷിച്ച് വളരെയധികം സ്നേഹിച്ച് വളർത്തും. പിന്നീട് ആ സമയത്താണ് അച്ഛന് സെക്കൻഡ് ബൈപ്പാസ് സർജറി നടന്നത്. അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തിരുന്നു, സർജറി കഴിഞ്ഞ് വെളിയിൽ വരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ പോകാതെ ഗേറ്റ് ഗാലക്സിയിലേക്ക് പോകുന്നു, നിന്റെ പടമായിരിക്കും ആദ്യം കാണുന്നതെന്ന്. പറഞ്ഞതുപോലെ വീൽ ചെയറിലാ സിനിമ കാണാൻ പോയത്. അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ആ മൂവിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് കാണുമ്പോൾ ഒരിടത്തില് റേപ്പ് നടക്കുന്നു, ഒരിടത്തില് ജസ്റ്റിസ് കിട്ടുന്നു. വളരെ ഡ്രമാറ്റിക് ഫിലിമായിരുന്നു, ഫുൾ ഡ്രമാറ്റിക് ഫിലിം. സോ പബ്ലിക് നന്നായി കൈയടിക്കാൻ തുടങ്ങി, നന്നായി എൻജോയ് ചെയ്യാനും തുടങ്ങി. ഐ തിങ്ക് ഹി വാസ് സോ പ്രൗഡ്. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. എന്റെ ചെറിയ മകള് ഇപ്പോ വലിയ സ്ക്രീനിലുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. അതുകണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരുന്നു. സോ അദ്ദേഹം ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹി ഗോട്ട് വെരി വെരി ഇമോഷണൽ എന്ന്. ഇപ്പം നോക്കിയാലും വളരെയധികം ഇമോഷണൽ ആവും. ഞാൻ ഡാൻസ് കളിക്കാൻ തുടങ്ങിയാൽ പോലും അദ്ദേഹം കരയാൻ തുടങ്ങും. എന്നാലും കരയണമെന്നായിരിക്കും താങ്കളുടെ വിധി. ആദ്യത്തെ സിനിമ തന്നെ കരയാൻ തുടങ്ങി.
രണ്ടാമത്തെ സിനിമയെക്കുറിച്ച് ഷാരൂഖ് ഖാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ കുച്ചു കുച്ചു ഹോത്തയിൽ അദ്ദേഹമാണ് താങ്കളെ റെക്കമെൻഡ് ചെയ്തത്. അതെ. പക്ഷേ ആ സിനിമയിലും ആദ്യത്തെ സീനിൽ താങ്കൾ മരിച്ചു പോവുകയാണ്. അതെ. അതെ, നോക്കിക്കഴിഞ്ഞാ എന്റെ കരച്ചിലും എന്റെ ജീവിതവും പാരലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ചെറിയ വയസ്സ് തൊട്ട് ഓപ്പണായ എന്റെ ടാപ്പ് എപ്പോ ക്ലോസ് ആവുമെന്ന് ദൈവത്തിന് പോലും അറിയില്ല. ആക്ച്വലി കരയുന്നത് നല്ലതാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. കേൾക്കുമ്പോൾ വ്യത്യാസമായിട്ട് തോന്നും. ഇങ്ങനെ കരയുവാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഭാരമൊക്കെ അങ്ങ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ കണ്ണ് നല്ല ബ്രൈറ്റ് ആയിരിക്കും, ഫേസിന് നല്ല ഗ്ലോ കിട്ടും, മൂക്ക് നല്ല ചുവപ്പ് നിറമായിരിക്കും, കവിളുകളും ചുമന്നിരിക്കും. അതുകൊണ്ട് സോ എനിക്കെന്താ തോന്നുന്നു വെച്ചാ കരയുന്ന കാര്യം വളരെ നല്ലതല്ലേ? അത് ശരിയാണ്, കരയുന്നതൊക്കെ ഓക്കെ, പക്ഷെ മറ്റുള്ളവരെ കരയിപ്പിക്കുന്നത്. അതെ, കബി ഖുഷി കബിഗം. അതെ, ചോരി ചോരി ചുപ്കെ ചുപ്കേല് സിനിമ മൊത്തം കരയുകയാണ്. അതെ, അത് അതെ. കണ്ട ഓഡിയൻസും കരയാൻ തുടങ്ങി. അതെന്താ കാര്യംന്ന് വെച്ചാ ഞങ്ങൾ എപ്പോഴും ഒരു ആക്ടർ എന്ന നിലയിൽ എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാ ഓഡിയൻസിനെ മൂവ് ചെയ്യിപ്പിക്കണം. കരയുന്ന സീനിൽ അവർക്കും കരച്ചിൽ വരണം, ചിരിക്കുന്ന സീനിൽ അവരും ചിരിക്കണം. മാത്രമല്ല പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് റാണി നീ കരയുമ്പോൾ വളരെ നല്ലതാന്ന്. എനിക്കറിയില്ല ഇത് കോംപ്ലിമെന്റ് ആണോന്ന്. റാണി കരയുമ്പോൾ നല്ലതാണെന്ന് പറയും, ഞാൻ താങ്ക് യു എന്ന് പറയാം. എല്ലാത്തിലും കൂടുതൽ കരഞ്ഞ സിനിമ ബ്ലാക്ക് ആണ്. അതെ, അതിൽ മനോഹരമായ ആക്ടിംഗ് ആയിരുന്നു. അതെ. താങ്ക് യു. പക്ഷേ എല്ലാ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എന്താണ് താങ്കൾക്ക് ഇങ്ങനെ കരയുന്ന സീൻ തന്നെ നൽകുന്നത്? ചില സിനിമകളിൽ താങ്കൾ മരിച്ചു പോവുകയാണ്, ചില സിനിമകളിൽ കരയുന്നത് പോലെ. കരയിപ്പിക്കുന്ന റോള്. താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താണ് അവർ അന്വേഷിക്കുന്നത്? ഐ തിങ്ക് അവരിങ്ങനെയാണ് വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. എന്റെ മുഖം ഇതുപോലെയാണല്ലോ എന്ന്. എന്നെ കാണുമ്പോഴേ അവർക്ക് കഷ്ടം തോന്നുന്നുണ്ട്. അതായത് റാണി കരഞ്ഞാ നമ്മളും കരയുമെന്ന്. പബ്ലിക് താങ്കൾ കരയണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ലല്ലോ. അതിനല്ല ഞാൻ അയ്യ കൊണ്ടുവന്നത്, എല്ലാരും ചിരിപ്പിക്കാൻ വേണ്ടിട്ട്. അയ്യാന്ന് പറഞ്ഞ എല്ലാരും ചിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അയ്യ. നിങ്ങളുടെ ലൈഫിലെ അയ്യ മൊമെന്റ് എന്താണ് മാഡം? അയ്യാ മൊമെന്റ് ഇന്നാണ്. നിങ്ങൾ എല്ലാവരും ഞാൻ കാണുന്നില്ലേ? अय्या व्हॉट एन ऑडियन्स. अय्या किती छान ऑडियन्स आहे. റാണി, പല ചോദ്യങ്ങളും എനിക്ക് ചോദിക്കാനുണ്ട് അയ്യെക്കുറിച്ചുണ്ട്. ഓ ശരി. പക്ഷെ അതിനു മുൻപ് നമുക്കൊരു ബ്രേക്ക് ആവശ്യമാണ്. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ റാണി മുഖർജിയോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. അതേത് പാട്ടാന്ന് വെച്ചാ राजा की आई है बारात मेरे आंगन में. ആ പാട്ട് എന്നെ ഉന്നതിയിലെത്തിച്ചു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി കോൺട്രവേഴ്സ്യലും സെൻസേഷനുമായ റാണി മുഖർജിയാണ്. ആപ്കി അദാലത്തിൽ റാണി മുഖർജിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളതാണ്. റാണി, താങ്കളുടെ ആദ്യത്തെ സിനിമ ഹിറ്റായില്ല. അതെ. അടുത്ത സിനിമ ഇത് സത്യമാണോ? ഷാരൂഖ് ഖാനാണ് താങ്കളെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തതെന്ന് അതില്? അതെ, അത് സത്യമാണ്. ഞാൻ അറിഞ്ഞിട്ട് അദ്ദേഹം രാജാക്കി ആയേഗി പടത്തില് സീൻ കണ്ടിട്ട് അതില് ഞാൻ കൊടുത്ത ഒരു എക്സ്പ്രഷൻ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായി. അതേത് പാട്ടാന്ന് വെച്ചാ राजा की आई है बारात मेरे आंगन में. ആ പാട്ട് എന്നെ ഉന്നതിയിലെത്തിച്ചു. ഞാൻ രാജാക്കി ആയേഗി പാട്ട് പാടിയപ്പോ ഷാരൂഖിന് വളരെയധികം ഇഷ്ടമായി. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കരൺ ആ പടത്തിലെ റോളിന് വേണ്ടി ഒരു 8-ലധികം ഹീറോയിനീസിനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ അടുത്ത് വേറൊരു ചോയ്സും ഇല്ലായിരുന്നു. സോ ഐ വാസ് ദ ലാസ്റ്റ് ചോയ്സ്. 8 ഹീറോയിൻസിനെ റിജക്ട് ചെയ്യാൻ കാരണം ഷാരൂഖിന്റെയും കാജോളിന്റെ നടുക്ക് ശല്യം അവതരിക്കാൻ വേണ്ടി കരൺ ശല്യമായിട്ട് ഇരിക്കണമെന്നാണ് വിചാരിച്ചത്. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ എന്റെ ശല്യം സഹിക്കുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കൊരു ശല്യമായിട്ട് തന്നെ ഇരിക്കാമെന്ന്, എല്ലാം ഞാൻ നോക്കിയോളാന്ന്. അതുകൊണ്ട് എന്റെ റെഡ് സീൻ ഫസ്റ്റ് സീനിലേ എടുത്തു. ഓഡിയൻസിന് ഞാൻ ആ മൂവിയിൽ ഇല്ലെന്ന് തോന്നാൻ വേണ്ടി. സിനിമയിൽ നോക്കുമ്പോ എന്റില് കാജോളും ഷാരൂഖും ജോഡിയാകും. സോ കരണെ സംബന്ധിച്ച് ഇതൊരു മാസ്റ്റർ സ്ട്രോക്കാണ്. സോ ഫസ്റ്റ് സീനിലെ പറഞ്ഞിട്ടുണ്ട് ഇവൾ ഈ പടത്തില് ഒരു ശല്യമാണെന്ന്. പക്ഷെ ആക്ച്വലി അത് ശല്യമല്ലെന്ന്. പക്ഷേ ആ റോളിന് വേണ്ടി 8 പേരെയാണ് റിജക്ട് ചെയ്തത്. അതെ. പിന്നെ താങ്ക് ഗോഡ് അതിലെന്നെ റിജക്ട് ചെയ്തു. അതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു.
താങ്കൾ പൂജാ ഭട്ടിനോട് നന്ദി പറയണം. ഗുലാം അതെ സിനിമയിൽ അതെ അവര് അതെ അതെ റിജക്റ്റ് അതെ ആയി. ഞാൻ എല്ലാരോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഏത് ഹീറോയിനീസ് ആണോ ആ മൂവിയിൽ അഭിനയിക്കാതിരുന്നത്, പിന്നെ ഞാൻ അതിൽ അഭിനയിച്ചതിന് എല്ലാരോടും നന്ദി പറയുന്നു. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്. അതായത് ഓരോരുത്തർക്കും ഓരോ കാര്യം എഴുതി വെച്ചിട്ടില്ലേ, അതുപോലെ ഓരോ റോളിനും പേരെഴുതി വെച്ചിരിക്കും, ആക്ടറുടെ പേര്. എനിക്ക് കിട്ടേണ്ട റോള് എനിക്ക് തീർച്ചയായിട്ടും കിട്ടും. ഏത് ഞാൻ ചെയ്യണോ അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യേണ്ടി വരും. പറഞ്ഞു വന്ന ഇതുപോലെ ധാരാളം ചൽത്തേ കാര്യങ്ങളുണ്ട്. ചൽത്തയില് ഐശ്വര്യ അതെ സിനിമയുടെ കുറച്ച് ഭാഗം ചെയ്തിട്ട് അവർ വിട്ടു. അതെ. ആ റോളും താങ്കൾക്ക് വന്നു. അതെ അതെ ആ ആ, ആ മൂവി ഒരു വ്യത്യസ്തമായിട്ടുള്ള മൂവിയാണ്. ഇതിന് ഷാരൂഖിന്റെ അടുത്ത് നിറയെ ഉത്തരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാ, ഞങ്ങളൊരു ആക്ട്രസ് ആണ്. ഞങ്ങളുടെ അടുത്തൊരു ആ കഥ മൂവി വന്നു എന്താണെന്നൊന്ന് കഴിഞ്ഞാൽ പറയൂ. മറുപടി പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഷാരൂഖിന്റെ അടുത്ത സുഹൃത്താണ്. ചലത്തെ ചലത്തെ മൂവിക്ക് വേണ്ടി എന്നെ കാണാൻ വന്നപ്പോ ഈ പടം ചെയ്യണോന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിനോട് പെട്ടെന്ന് തന്നെ ഓക്കെ പറഞ്ഞു. ഷാരൂഖ് എങ്ങനെയുള്ള ഒരു സ്റ്റാർ ആണെന്ന് വെച്ചാ, എന്റെ കരിയറിൽ നിറയെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തും ധാരാളം പഠിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം എന്റെ നല്ലൊരു സുഹൃത്താണ്. ഒബ്വിയസ്ലി അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തപ്പോ ആ മൂവിയുടെ കാര്യത്തിന് എന്റെ അടുത്ത് വരുമ്പോ തീർച്ചയായിട്ടും എനിക്ക് നോ പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തോടൊപ്പം കഫി അൽ വിദേന കഹന, അതെ, അതിലെ റോളും കാജോള് റിജക്ട് ചെയ്തിട്ടാണ് താങ്കൾക്ക് ലഭിച്ചത്. ഇതൊക്കെ കരണിനും കാജോളിനും ഇടയിലുള്ള വിഷയങ്ങളാണ്. ആർക്ക് റോള് കിട്ടും, സിനിമയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സിനിമയിൽ നിറയെ റോളുകൾ ഞാനും റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു ആക്ട്രസിന്റെ അടുത്ത് പോവും. ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ സാധാരണ കാര്യമാണ്. ഷാരൂഖിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതെ. അതിൽ അദ്ദേഹം താങ്കളെ പ്രശംസിക്കുകയാണ്. അദ്ദേഹം ആ. എന്താ പറഞ്ഞെന്ന് വെച്ചാ, അർദ്ധരാത്രി റാണിയോട് ഒരു ക്യാരക്ടർ വന്ന് ചെയ്യാൻ പറഞ്ഞാൽ പോലും റാണി വന്ന് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ അതെ അത് സത്യമാണ്. അമീറിനും ഷാരൂഖ് ഖാനും വേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കാനും ഞാൻ തയ്യാറാണ്. എന്താന്ന് വെച്ചാൽ അവരൊക്കെ എന്നെ നിറയെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെയൊക്കെ കൂടെ എങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് സിനിമയിൽ അഭിനയിച്ചത്, അപ്പോഴേ അവര് വലിയ സൂപ്പർ സ്റ്റാർ ആണ്. ചെറിയ വയസ്സ് മുതലേ ഞാൻ അമീറിന്റെ മൂവീസൊക്കെ കണ്ടു വളർന്നാണ്. കയ്യാമത്ത് സേ കയ്യാമത്ത് മൂവി റിലീസായപ്പോ ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ കണ്ടാണ് വളർന്നത്. പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ ഹീറോയിനായിട്ട് നിൽക്കുമ്പോ ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ ഹീറോയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന്. പക്ഷെ ഒരിക്കൽ പോലും അമീറും ഷാരൂഖ് ഖാനും ഒരു വലിയ ഹീറോയുടെ കൂട്ട് എന്നോട് കാണിച്ചിട്ടേയില്ല. ഞാനൊരു പുതിയ ആർട്ടിസ്റ്റ് ആണെന്ന ഭാവമില്ലായിരുന്നു. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ എന്റെ കരിയറിൽ വളരെ നല്ലതാണെന്നേ വിചാരിച്ചിട്ടുള്ളൂ. ഞാൻ വിചാരിക്കുന്നു ഇത്രയും വലിയ സ്റ്റാറുകളൊക്കെ അവരുടെ ജോലിയിൽ നന്നായിട്ട് ശ്രദ്ധിക്കുമെന്ന്, സിൻസിയറായിട്ട് വർക്ക് ചെയ്യും. ഇതുപോലെ ആയിരിക്കണം ഇരിക്കേണ്ടതെന്നും, അതായത് വിജയം എന്നത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ല എന്നുള്ളത്. ആ വിജയത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എത്ര കഠിനമായിട്ട് പരിശ്രമിക്കണമെന്നൊക്കെ അവരുടെ അടുത്തുനിന്നാണ് പഠിച്ചത്. സോ ഐ ഹാവ് ബീൻ ഇൻസ്പയർഡ് ദം. വീർ സാറയിലെ അഭിനയത്തിന് താങ്കൾക്ക് ശരിക്കും പ്രശംസകൾ അതെ. കിട്ടി. പിന്നെ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു, പ്രസിഡന്റ് മുഷാറഫ് ആ ക്യാരക്ടർ കണ്ടിട്ട് താങ്കളെ പ്രശംസിച്ചതായിട്ട്. അത് അതെ. സത്യമാണോ? അതെ, അപ്പൊ എന്നെ അദ്ദേഹം ലഞ്ചിന് വിളിച്ചു, ഡിന്നറിന് വിളിച്ചു. ആ സമയത്ത് എനിക്ക് വളരെയധികം സന്തോഷമായി. ആ സമയത്താണ് വീർ സാറ മൂവി റിലീസായത്. അത് വളരെ നല്ലൊരു മൂവിയായിരുന്നു, നല്ല മെസ്സേജ് ഉള്ളൊരു മൂവിയായിരുന്നു. ആ മൂവിയിലാണെങ്കിൽ ആ സമയത്ത് പാകിസ്ഥാനിലെ പ്രസിഡന്റ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫും ആരൊക്കെയാണ് ക്യാബിനറ്റിന് വന്നത്, പാകിസ്ഥാനിലുള്ളവര് വീർ സാറെ വളരെയധികം പ്രശംസിച്ചു. പിന്നെ ഇതുപോലെ നിറയെ മൂവീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുപോലുള്ള മൂവീസിന് അദ്ദേഹം വളരെയധികം ഫാനാണെന്നും വൈഫും അതുപോലെയാണെന്നും. അത് കേൾക്കാൻ തന്നെ സന്തോഷമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ താങ്കളുടെ കൈ പിടിച്ചിട്ട് കുറെ നേരമായി വിട്ടില്ലെന്ന്. ബട്ട് ഷീസ് വളരെ ഭംഗിയുള്ളൊരു ലേഡിയായിരുന്നു, വളരെയധികം സുന്ദരിയായിരുന്നു. അവരെ അന്ന് തന്നെ രാഷ്ട്രപതി ഭവനിൽ പോയി താങ്കൾ കണ്ടു. പ്രസിഡന്റ് അബ്ദുൽ അതെ. കലാമാണ് താങ്കളെ ക്ഷണിച്ചത്. പിന്നെ കലാം സാർ വളരെ സ്വീറ്റായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തെ മറക്കാനേ കഴിയില്ല. അതുപോലുള്ളൊരു മനുഷ്യനെ കാണുന്നത് അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നൊരു മനുഷ്യനാണ്. അബ്ദുൽ കലാം സാർ എന്റെ ബ്ലാക്ക് മൂവിയെപ്പറ്റി സംസാരിക്കുമ്പോൾ മുഷറഫ് സാറിനോട് പറഞ്ഞത് ഈ മൂവി തീർച്ചയായിട്ടും കാണണമെന്നാണ്. എനിക്കത് വളരെയധികം സന്തോഷമുണ്ടാക്കി. ബ്ലാക്കിൽ താങ്കളുടെ പെർഫോമൻസ് സത്യത്തെ വളരെ നന്നായിരുന്നു. ആ സിനിമ കണ്ടിട്ട് ദിലീപ് കുമാർ സാർ പ്രശംസിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതിയായിട്ട് കേട്ടു. സത്യമാണോ അത്? അതെ, ദിലീപ് കുമാർ അങ്കിളും പിന്നെ ഡാഡിയും വളരെ കാലം മുതലേ വലിയ ഫ്രണ്ട്സ് ആയിരുന്നു. ഡാഡി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മൂവി ചെയ്തിട്ടുണ്ട്, ലീഡർ. ആ പടത്തിന്റെ ഡയറക്ടറാണ് അദ്ദേഹം. ഒരു പഴയ സൗഹൃദം അവർക്കുള്ളിലുണ്ടായിരുന്നു. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ സൈറ ആന്റിയും ദിലീപ് കുമാർ അങ്കിളും എന്നെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. രണ്ടുപേരും ചേർന്ന് എന്നെ എൻകറേജ് ചെയ്തു. പിന്നെ
ബ്ലാക്ക് പ്രീമിയർ വന്ന സമയത്ത് എനിക്ക് അടുത്ത ദിവസം തന്നെ ഒരു ലെറ്റർ കിട്ടി. ഞാൻ വീണ്ടും കരയാൻ തുടങ്ങി. വീണ്ടും എന്റെ ടാപ്പ് ഓപ്പണായി, എന്റെ പൈപ്പ്. പിന്നെ എനിക്ക് തോന്നി എന്താന്ന് വെച്ചാ, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ വലിയൊരു സൂപ്പർ സ്റ്റാർ ആരെന്ന് വെച്ചാൽ അത് ദിലീപ് കുമാർ സാറാണെന്ന്. അദ്ദേഹത്തിന്റെ അഭിനയത്തെ ജനങ്ങൾ എപ്പോഴും പ്രശംസിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന് എനിക്കൊരു പ്രശംസ കിട്ടുകയാണെങ്കിൽ ഈ യാത്ര, അതായത് എന്റെ കരിയറിൽ, അതായത് ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ച പോലെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ എന്തോന്ന് സാധിച്ചതുപോലെ. ദിലീപ് സാർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്, അദ്ദേഹം ഗ്രേറ്റ് പെർഫോമറാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രശംസ ലഭിക്കുന്നത് വലിയൊരു സർട്ടിഫിക്കറ്റ് ആണ്. അതെ. അമിതാഭ് ബച്ചൻ താങ്കളോടൊപ്പം ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതെ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? എനിക്ക് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇറ്റ് വാസ് സോ വണ്ടർഫുൾ. എന്താന്ന് വെച്ചാ, അമിതാഭ് സാറിനെ പോലൊരു മനുഷ്യൻ ഇതുവരെ അദ്ദേഹത്തിന് എത്രത്തോളം എന്തോസിസം ഉണ്ടോ, എങ്ങനെയൊക്കെ വർക്ക് ചെയ്യും, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റിലൊരു കുട്ടി വന്നതുപോലെയാവും. കാരണം അദ്ദേഹത്തിന്റെ എനർജി, ഇറ്റ് വാസ് സോ യങ്. പിന്നെ ഞങ്ങളെപ്പോലെ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് നിറയെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അദ്ദേഹം ഞങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതൊട്ട് ലിവിങ് ലെജൻഡുമാണ്. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താന്ന് വെച്ചാ, അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫ്രെയിമിൽ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹത്തിന്റെ പടത്തില് ചെറിയ വയസ്സ് മുതലേ അദ്ദേഹത്തിനെ കണ്ട് ഞാൻ ഇൻസ്പയർ ആയിട്ടുണ്ട്. അതായത് ഞങ്ങൾക്കൊക്കെ അമിതാഭ് ബച്ചനെ കാണുമ്പോ എന്റെ ദൈവമേ, അമിതാഭ് ബച്ചന്റെ പടം. ഇന്ന് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോ അങ്കിൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അമിതാഭ് സാറിന് വിളിക്കും. പക്ഷെ ആ സമയത്ത് അമിതാഭ് ബച്ചൻ. റാണി, ഇവിടെ ഏത് റാണി മുഖർജിയാണോ അമിതാഭ് ബച്ചൻ പ്രശംസിക്കുന്നത്, ഷാരൂഖ് ഖാൻ പ്രശംസിക്കുന്നത്, ദിലീപ് കുമാർ സാർ പ്രശംസിക്കുന്നത്, ആ റാണി ആക്ടിങ്ങിന്റെ സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളൊരു വലിയ ലിസ്റ്റ് തന്നെ എന്റെ കയ്യിലുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ റാണി മുഖർജിയോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ഇതിനു മുൻപ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് വെച്ചാൽ തും പാസായേ യു മുസ്കുരായേ. പിന്നെ ഇതിലൊരു പാട്ടുണ്ട്, ഡ്രീമം, വേക്കപ്പം, ക്രിറ്റിക്കൽ, കണ്ടീഷനും. അതെന്ത് പാട്ടാ? താങ്കൾ പറയുന്ന കേൾക്കുമ്പോ നല്ല രസമുണ്ട്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫിലിം സ്റ്റാറായ റാണി മുഖർജിയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ റാണി മുഖർജിയുടെ മേലുള്ള കുറ്റാരോപണം, ഇപ്പോൾ ഇവർ കൂടുതൽ ബോൾഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അയ്യാ, റാണി, ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് താങ്കളുടെ ആക്ടിങ്ങിനെ കുറിച്ചാണ്, ബ്ലാക്കിലെ ആക്ടിങ്ങിനെ കുറിച്ച്, വീർ സാറയിലെ ആക്ടിങ്ങിനെ കുറിച്ച്. പക്ഷേ ഇപ്പോഴൊക്കെ ന്യൂസിൽ എന്താണ് താങ്കളെ കുറിച്ച് വരുന്നതെന്നുള്ള കാര്യം ഞാനിപ്പോ ഇവിടെ പറയാം. അയ്യയിൽ റാണിയുടെ ബോൾഡ് വേഷമാണ്. അയ്യയിൽ റാണിയുടെ വേഷം സ്ക്രീനിൽ തീയിടുന്നത് പോലെയാണ്. അയ്യയിൽ റാണിയുടെ സെക്സി സീൻസ്, അയ്യയിൽ റാണിയുടെ സ്കിൻ ഷോ. പിന്നെ എഴുതിയിരിക്കുന്നത് അയ്യയിൽ റാണി സെക്സിൽ മുങ്ങിയിരിക്കുന്നു. ഞാനെന്താ പറയുന്നതെന്ന് വെച്ചാ, ഇതെല്ലാം എഴുതിയ ജേർണലിസ്റ്റിന്റെ നമ്പർ ഒന്ന് തരാവോ? എനിക്കവരോട് പേഴ്സണലായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. അവരൊക്കെ അയ്യാ പടത്തിനെ പറ്റി എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ അവരൊക്കെ പറയുന്നത് താങ്കൾ ലൈൻ ക്രോസ് ചെയ്തെന്നാണ്. ഇല്ലില്ല, ഞാൻ ഒരു ലൈനും ക്രോസ് ചെയ്തില്ല. നിങ്ങൾക്കെല്ലാവർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ. റാണി, എനിക്ക് വളരെ നന്നായിട്ട് ഓർമ്മയുണ്ട്, കുച്ചു കുച്ചു ഹോത്തയിൽ ഷാരൂഖ് താങ്കളുടെ കവിളിൽ ഉമ്മ വെക്കുന്നുണ്ട്. അതെ അതെ. താങ്കൾ പറഞ്ഞിരുന്നത് അങ്ങനെയൊക്കെയുള്ള സീൻ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി പുറകോട്ട് മാറുമെന്ന്. അതെ അതെ. എന്താ അങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാ, ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നല്ലോ, ഷാരൂഖിന്റെയും അമിതാഭിന്റെയും മൂവി കണ്ടാണ് ഞാൻ വളർന്നത്. അങ്ങനെയുള്ളപ്പോൾ 5-ലും 6-ലും ഒക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി അമീർ ഖാനെ ക്യൂഎസ് കാണുമ്പോ അവക്കൊരു ക്രഷ് ഉണ്ടായി. അതേ ആളെ നേരി കാണുമ്പോ, സർ, എനിക്ക് അമീറിനെ കണ്ടപ്പോ എന്റെ ഉള്ളിൽ നാണം തോന്നി. അതായത് അദ്ദേഹത്തിനെ ശ്രദ്ധിക്കുന്നതിലും എന്റെ ശ്രദ്ധ മുഴുവൻ ഷൂവിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്റെ കണ്ണിലേക്ക് നോക്കാൻ. ഞാൻ പറഞ്ഞു ആ നോക്കാം. ആക്ഷൻ പറഞ്ഞതിന് ശേഷം കണ്ണിലേക്ക് നോക്കാമെന്ന്. അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്, നമ്മൾ റൊമാൻറ്റിക് സീൻ ചെയ്യുമ്പോൾ പരസ്പരം കണ്ണി നോക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണെന്ന്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ താങ്കളുടെ കണ്ണി നോക്കില്ലേ, അതുപോലെ. സോ ഷാരൂഖിന്റെ അടുത്ത് ഇത് തന്നെയാണ് സംഭവിച്ചത്. ആ സോങ് അല്ലേ കുച്ചു കുച്ചു ഹോത്തായില്, तेरी याद न में तुझे याद न मेरी आए किसी से अब क्या कहना. ഒരു വശത്ത് കാജോൾ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ടാപ്പ് ഓപ്പൺ ആയിരുന്നു. ഈ സൈഡിൽ ഞാനും ഷാരൂഖ് റൊമാൻസ് ചെയ്യായിരുന്നു. അപ്പോൾ ഷാരൂഖ് എന്റെ കവിളിൽ ചുംബിക്കാൻ വേണ്ടി വന്നു. ഞാനിങ്ങനെ
സ്ലോ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ വിചാരിച്ചു ഷാരൂഖ് ഖാൻ എന്റെ കവളി ഉമ്മ വെക്കാൻ പോണെന്ന്. എന്റെ ദൈവമേ! അതിനുശേഷം ഞാൻ വളർന്നു, 17 വയസ്സിനും കുറച്ച് മുകളിലെത്തി. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പൊ കിസ് ചെയ്യട്ടെ, വളർന്നതിന് ശേഷം കാണാമെന്ന്. കവളിലൊന്നും ഉമ്മ വെച്ചോണ്ട് എന്ത് സംഭവിക്കാനാ? പിന്നെ ഇപ്പൊ ഞാൻ പേടിക്കാതെ കവളിങ്ങനെ കാണിക്കും. ഇപ്പൊ ആ പാട്ടില്ലേ, ആ അയ്യാവിലെ സോങ്, പാട്ടിൽ ഇപ്പൊ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാ, താങ്കളിപ്പോ അയ്യാവിലെ ആ സോങ് ചോദിച്ചാ ഞാൻ വേണമെങ്കിൽ ആ പാട്ട് ദാ പാടി നോക്ക്, അതിലൊരു കിസ്സുണ്ട്, ദാ ഇങ്ങനെ. സോ ഇപ്പൊ എനിക്ക് നല്ല ധൈര്യമുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ചാ ആ സീനിൽ ഞാൻ അടിച്ചു പൊളിച്ചെന്ന്. അങ്ങനെ ഞാൻ അടിച്ചു പിന്നെ പൊളിച്ചു. മാൻ സിംഹത്തെ നേരിട്ട് കണ്ടെന്ന്. അതായത് സീരിയസ് റാണിയിൽ നിന്ന് കളർഫുൾ റാണിയായി. അതായത് ബണ്ടി ബബ്ലിയിൽ ഒരു റോൾ ഉണ്ടായിരുന്നു, ബബ്ലിയില്. പക്ഷെ അതില് ഞാൻ മുന്നിലെത്തി. അതായത് ഈ അയ്യാവില് ഞാൻ വളരെയധികം കുസൃതിയായിരുന്നു. പിന്നെ മീനാക്ഷി ദേശ്പാണ്ഡെ അവരുടെ സ്വപ്നത്തില് നിറയെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ സോങ്ങിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, താങ്കള് പറഞ്ഞതുപോലെ. പക്ഷെ ഒരു പാട്ട് മാത്രമല്ല, ധാരാളം നിറയെ പാട്ടുകളുണ്ട്. ഇതിനു മുൻപുള്ള ഒരു പാട്ട് നോക്കുകയാണെങ്കിൽ തും പാസായേ യു അതെ. മുസ്കുരായേ, അതെ, പിന്നെ ഇതിലും ഒരു പാട്ടുണ്ട്, ടീമം വേക്കപ്പം, വേക്കപ്പം, ക്രിട്ടിക്കൽ, കണ്ടീഷനും. കണ്ടീഷനും. എന്ത് പാട്ടാ അത്? താങ്കൾ പറയുന്ന കേൾക്കുമ്പോ നല്ല രസമുണ്ട്. അത് ഏത് പാട്ടാന്ന് വെച്ചാ ഞാൻ പാടട്ടെ? എഴുന്നേറ്റ് ഓടരുത്. ड्रीमम वेकपम क्रिटिकल कंडीशनम अर्थम क्वेकपम हिलडुल सब शेकपम फेस टू फेसम धरती पूतरम टॉप टू बेसम कामसूतरम थाइजम थंडरम डाउनम अंडरम साइजम मैटरम थिंकम वंडरम जंपिंगम पंपिंगम थम्पिंगम थ्രോബിംഗം 1 2 3 4. പിന്നെ ഇതുപോലൊരു പാട്ട്. താങ്കൾ ട്രെൻഡ് തന്നെ മാറ്റിയിരിക്കുകയാണ്. മംഗൾ പാണ്ഡെയിൽ താങ്കൾ പാടിയ പാട്ട് എന്താണെന്ന് വെച്ചാ തുമാരി അദാവുംബേ വാരി വാരി ഹരേക് ബാത്തെ ജെസെ മീठी ഖടാരി. അതെ, അത് കഴിഞ്ഞ് താങ്കൾ ഇപ്പോ എവിടെ വന്നിരിക്കുന്നെന്ന് വെച്ചാ, നിങ്ങൾ എന്നെ ഹീറോയിൻ ആക്കി, അതിന് പകരം $250 കൊടുക്കും. ആക്ച്വലി ഇത് മീനാക്ഷി ദേശ്പാണ്ഡെയുടെ ആസ്പിറേഷൻ ആണെന്ന് വേണം പറയാൻ. അവക്ക് ഹീറോയിനെ ആകണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. ജൂഹി, മാധുരി, ശ്രീദേവി ഇവരെയൊക്കെ പോലെ ആകണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ തന്നെ അവരാണെന്ന് തന്നെ അങ്ങ് വിചാരിക്കും. അങ്ങനെ അവൾക്ക് ഹീറോയിനെ ആകാൻ ഇഷ്ടം തോന്നി, ഇപ്പോഴുള്ള ഹീറോയിനീസിനെ പോലെ. സോ അവള് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്നെ ഹീറോയിനെ ആക്കിയാൽ അതിനുവേണ്ടി ഞാൻ $250 തരാമെന്ന്. അതായത് ഈ പാട്ടില് ഈ പടങ്ങളിൽ സ്വപ്നത്തിന്റെ പേര് പറഞ്ഞ് 3 ഐറ്റം സോങ് ആണ് ചെയ്തത്. എന്റെ പടത്തിലാണ് ഞാൻ ഐറ്റം ഡാൻസ് കളിച്ചത്. പിന്നെ മീനാക്ഷി ദേശ്പാണ്ഡെ ക്യാരക്ടറാണ് ഈ മൂവിയിലെ ഐറ്റം, പാട്ട് ഐറ്റം അല്ല. ഇത് എങ്ങനെയുള്ള ക്യാരക്ടറാണെന്ന് വെച്ചാൽ താങ്കൾ അങ്കിൾ എന്നൊക്കെ കളിയാക്കിയിട്ടുണ്ട്. അതിലെന്താ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ, മരത്തിന് മുൻപ് ബച്ചനും മരത്തിന് പിന്നിൽ രേഖയെന്നും. ഇല്ലില്ല, ഇതിൽ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിലൊന്നും നോർമലല്ല, എല്ലാം ഫേക്കാണ്. നിങ്ങൾ കാണുന്നതില് അമ്മ ഫേക്കാണ്, അച്ഛൻ ഫേക്കാണ്, സഹോദരൻ ഫേക്കാണ്, ഫ്രണ്ട്സും ഫേക്ക്. മൂവിയിലെല്ലാം ഫേക്കാണ്. റൊമാൻസ് നോക്കിയാ അതും ഫേക്കാണ്, പാട്ടിലും ഫേക്കാണ്. പക്ഷെ സോ നിങ്ങളത് ഫേക്കായിട്ടേ എടുക്കാൻ പാടുള്ളൂ. പക്ഷെ താങ്കളെ ഈ ബോൾഡ് രൂപത്തിൽ കണ്ടപ്പോ താങ്കളുടെ അമ്മ എന്താണ് പറഞ്ഞത്? അതെന്താണ്? അവര് പറഞ്ഞു, আইয়া ওরে বাবা কি হচ্ছে, কি ভালো, দুর্দান্ত, ফাটাফাটি. അല്ല, ഞാൻ അറിഞ്ഞത് മമ്മിയെപ്പറ്റി ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യം ഞാൻ നിങ്ങളോടെല്ലാം പറയാവേ. എന്റെ വലിയൊരു ഫാൻ എന്റെ അമ്മയാണ്. എന്താന്ന് വെച്ചാൽ എന്റെ അമ്മ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും മക്കളെ വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ എന്റെ മമ്മിക്ക് എന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ. അതായത് വീട്ടിൽ എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുകയാണെങ്കിൽ, ഏതെങ്കിലും മൂവി വന്നാലോ വേറെ ഹീറോയിനി മൂവി വന്നാലോ എന്റെ മമ്മിക്ക് ഇഷ്ടപ്പെടുകയില്ല. അമ്മയ്ക്ക് എന്നെയാണ് ഇഷ്ടം, അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ആരിഷ്ടപ്പെടുന്നോ ഇല്ലയോ, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ്. റാണി, താങ്കളുടെ സംസാരത്തിന് ശേഷം ഈ ക്ലാപ്പ് ഒക്കെ കേട്ടതിന് ശേഷം എനിക്കൊരു കാര്യം തീരുമാനമായി, ഇവരെല്ലാം തീർച്ചയായിട്ടും ഈ പടം കാണും. പിന്നെ ഞാനും ഒരു കാര്യം പറയാം, ഈ പടം കാണാൻ ഞാനും ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ റാണി മുഖർജിയോടുള്ള നമ്മുടെ ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും.
ഇതൊരു മാഗസീന്റെ കവർ പേജ് ആണ്. ഇത് 2007-ലുള്ളതാണ്. ഇതിൽ താങ്കളുടെ ഫോട്ടോ ആണ്. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ കല്യാണം ടു റാണി ആദി മാരേജ്. ആദിത്യ ചോപ്രയോടൊപ്പം താങ്കളുടെ കല്യാണം കഴിഞ്ഞു. അവർക്ക് ഇനി എഴുതാലോ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഫിലിം സ്റ്റാർ റാണി മുഖർജി. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ റാണി മുഖർജിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ നിശബ്ദമായി കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. റാണി, താങ്കൾ ഒന്നും തന്നെ സംസാരിക്കാതെ വളരെ നിശബ്ദമായി വലിയ വലിയ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരും താങ്കളെ ക്യൂൻ ഓഫ് കോൺട്രവേഴ്സി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ? എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത്രത്തോളം ഇന്നസെന്റ് ആണോ താങ്കൾ? അതെ അതെ, അങ്ങനെയാണ് താങ്കൾ പറഞ്ഞതുപോലെ. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയ വിധം, അതായത് അവരെന്നെ നല്ല ശീലങ്ങളാണ് പഠിപ്പിച്ചത്. പിന്നെ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കഴിയും, ധൈര്യമായിട്ട് പറയാം ദാറ്റ് ഐ ആം എ ഗുഡ് ഗേൾ. ശരി, ഈ ഗുഡ് ഗേളിനെ കുറിച്ച് മാഗസീനുകളിലും പേപ്പറുകളിലും എന്താ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. പറഞ്ഞോളൂ. അഭിഷേക് ബച്ചൻ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് താങ്കളെ വിളിക്കാത്തതുകൊണ്ട് താങ്കൾ ദേഷ്യപ്പെട്ടു. ഇതൊന്നും ഒരു കാര്യമല്ല. കല്യാണത്തിന് വിളിക്കുന്നതും വിളിക്കാതിരിക്കുന്നതും അതൊക്കെ അവരുടെ ഇഷ്ടമാണെന്നല്ലേ പറയാൻ പറ്റൂ. വിളിക്കാത്തവരോട് ദേഷ്യപ്പെട്ട അതിലെന്താ ന്യായമുള്ളത്? അവർ അഭിഷേകിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം, ഹഡിപ്പയിൽ ഷാഹിദ് കപൂറിന് പകരം അഭിഷേക് ഉണ്ടായിരുന്നിരിക്കും. ഇല്ലില്ലില്ല, ഇത് ഐശ്വര്യ തെറ്റായിട്ടുള്ള റായി കാര്യമാണ്. ഒബ്ജക്ട് ചെയ്തതുകൊണ്ട് ഇല്ലില്ലില്ല, ഇത് മൊത്തം തെറ്റാണ്. അതായത് സാഹിത്ത് ഫിലിമിലെ ഫസ്റ്റ് ചോയ്സ് ആണ്, പിന്നെ അദ്ദേഹമാണ് ഫിലിം ചെയ്തതും. അതുപോലെ ഒരു സംഭവമില്ല. ഇതൊക്കെ തുടക്കത്തിൽ അഭിഷേകിന്റെ കൂടെ താങ്കളുടെ പേര് വന്നതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. എന്റെ പേര് എല്ലാവിടം കൂടെ കേൾക്കാൻ കഴിയും, അതിലൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ ദൈവം ഡിസൈഡ് ചെയ്യുന്ന ആള് വന്നാ മതി എനിക്ക്. ആ പടത്തില് അദ്ദേഹം വന്നാന്ന് ആഗ്രഹിച്ചു, അദ്ദേഹം തന്നെ അഭിനയിച്ചു. അഭിഷേക് നല്ലൊരു കോസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ നിറയെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതില് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പെയറിംഗ് വളരെ നന്നായിരിക്കും. അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചതിൽ വളരെ നല്ല നല്ല മെമ്മറബിൾ ഫിലിംസും ഉണ്ട്. യുഗം മുതൽ ബണ്ടി ബബ്ലി വരെ, കവി അൽഹിദ നാക്കഹന. ശരിക്കും അഭിഷേകിന്റെ കൂടാണ് ഞാൻ സിനിമയിൽ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ചില പേപ്പറുകളിൽ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ യസ്രാജിന്റെ എല്ലാ സിനിമകളിലും റാണി മുഖർജി ആയിരിക്കും ഹീറോയിൻ. അങ്ങനെയൊന്നുമില്ല. നോക്കിക്കഴിഞ്ഞാൽ ഷാരൂഖ് സാറാണ് നിറയെ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇതിലും എന്റെ പേര് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ ചോദിക്കുന്നത് യസ്രാജിന്റെ രഹസ്യങ്ങൾ റാണി മുഖർജി പറയണമെന്ന്. ഇത്രത്തോളം സീക്രട്ട് എന്താ ഉള്ളത്? രഹസ്യം എന്താണെന്ന് യശ്രാജ് അങ്കിളിന് മാത്രമേ അറിയൂ. അദ്ദേഹമല്ലേ യശ്രാജ്, അദ്ദേഹത്തിന്റെ രഹസ്യം അദ്ദേഹത്തിനല്ലേ അറിയൂ. ഇത് യസ് അങ്കിളിന് മാത്രമേ അറിയത്തുള്ളൂ അതോ ആദിത്യ ചോപ്രയ്ക്കും അറിയാം? അദ്ദേഹത്തിന് ഡെഫിനറ്റ്ലി അറിയാം. ആദിത്യ ചോപ്രയില്ലേ, അദ്ദേഹം യശ് അങ്കിളിന്റെ മൂത്ത മകനാണ്. യശ് അങ്കിളുടെ മകൻ. അദ്ദേഹമാണ് എല്ലാം. സ്റ്റുഡിയോ കൺട്രോൾ ചെയ്യുന്നതും ടോട്ടൽ കൺട്രോളേ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. സോ അദ്ദേഹത്തിനും അറിയാം രാജിനും യശ്രാജിനും ഇടയിലുള്ള രഹസ്യം. ശരി, ഈ രഹസ്യത്തെക്കുറിച്ച് പറയൂ. ഇതൊരു മാഗസീന്റെ കവർ പേജ് ആണ്. ഇത് 2007 ഒക്ടോബറിൽ വന്നതാണ്. ഇതിലെ കവർ പേജിൽ എന്താണെന്ന് വെച്ചാ കല്യാണം ടു ആദി റാണി മാരേജ്. ആദിത്യ ചോപ്രയോടൊപ്പം താങ്കളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അതെ, അവരുടെ ഇഷ്ടത്തിനല്ലേ എഴുതുന്നേ. ഞാൻ അതിനെന്തെങ്കിലും പറയണോ? അങ്ങനെ പറയാണെങ്കിൽ ഞാൻ ഇന്നും പറയാം ഞാൻ സിംഗിൾ ആണെന്ന്. പിന്നെ ഇത് പഴയ കാര്യമാണ്. 2007 വന്നതാണ്. അതെ. ഇത് 2011 ജൂലൈയിൽ നവഭാരത് എൻഡിൽ വന്നതാണ്. ഒരു വർഷത്തിന് മുൻപ് റാണി മുഖർജിക്ക് ആദിത്യ ചോപ്രയോടൊപ്പം വിവാഹം നടന്നിരിക്കുന്നു. എല്ലാ ജേർണലിസ്റ്റിനോടും ഒരേ ചോദിക്കാനുള്ളൂ, ഈ കല്യാണം എപ്പോഴാണ്, ഏത് വർഷമാണ് നടന്നതെന്നൊന്ന് പറയാവുന്നു. 2007-ലാണോ 2009-ലാണോ 2008 നടക്കാനിരുന്ന പക്ഷെ നടന്നില്ല. ഇല്ല 2002-ലാണോ നടക്കാൻ പോകുന്നത്? പിന്നെ 2011-ലും നടന്നു. ആദ്യം അവരൊന്ന് ഡിസൈഡ് ചെയ്തു. ഇതേ പേപ്പറിൽ വന്നിട്ടുണ്ട് 4 മാസങ്ങൾക്ക് മുൻപ് നവംബർ 2011-ൽ റാണിക്കും ആദിത്യക്കും വിവാഹം നടത്താൻ താല്പര്യമില്ല. എന്റെ ദൈവമേ, ഞാനിതിന് മറുപടി പറയണോ? എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. അവരെ കൊണ്ട് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അവർ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇക്കാര്യത്തിൽ ഞാൻ ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്നെ ഒരു ഭാഗ്യശാലിയായിട്ട് കാണുന്നു. ജനങ്ങൾ എന്റെ കല്യാണം കാണാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. പിന്നെ പെൺകുട്ടികളുടെ കല്യാണ സമയത്തുള്ള ടെൻഷൻ എല്ലാവർക്കും കാണുമല്ലോ. പിന്നെ ഞാൻ എന്നെ ഒരു ഇന്ത്യൻ സ്ത്രീയായിട്ട് കാണുന്നു. എല്ലാരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അല്ല എപ്പോഴാണ് നിന്റെ കല്യാണം? കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ ചില സമയത്ത് എനിക്ക്, അതായത് കല്യാണം എന്നത് ഒരാളുടെ പേഴ്സണൽ കാര്യമല്ലേ.
ഒരാൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമില്ലയോ അത് അയാളുടെ പേഴ്സണൽ കാര്യമാണ്, പേഴ്സണൽ ഡിസിഷൻ. പിന്നെ ഞാൻ എപ്പോഴും പറയും, ജനനം, മരണം, കല്യാണം അത് ദൈവം എഴുതി വെച്ചതാണ്. എപ്പം നടക്കണമോ അന്നേരം നടക്കും. സോ റാണി, താങ്കളുടെ ഈ സെന്റിമെന്റ്, അതുപോലെ താങ്കൾ എപ്പോഴും താങ്കളുടെ ലൈഫ് ഡിഗ്നിഫൈഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ സെന്റിമെന്റിനെ ബഹുമാനിക്കുന്ന ആളാണ്. താങ്ക് യു. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ പോകുന്നില്ല. താങ്ക് യു. പക്ഷേ ഇവിടെ പബ്ലിക് ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ചോദിക്കാം. ചോദിക്കട്ടെ. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? അവിടെ കൈ ഉയർത്തിയിരിക്കുന്ന അവർ ചോദിക്കും. ബെല്ലി ഡാൻസ് കളിക്കുന്നത് വളരെ കഷ്ടമല്ലേ മാം? കഷ്ടമാണ്. അത് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചെടുത്തത്? വളരെ അതിനെക്കുറിച്ച് നല്ല പറയാൻ ചോദ്യം. പറ്റുമോ? ബെല്ലി ഡാൻസ് പഠിക്കുന്നത് വളരെ പ്രയാസമാണ്. പ്രയാസപ്പെട്ടാണ് പഠിച്ചത്. എനിക്ക് ഷക്കീറയുടെ വീഡിയോ കാണുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് വെച്ചാ, എങ്ങനെയാണ് ഇവര് ബെല്ലി ഷേക്ക് ചെയ്യുന്നതെന്നാണ്. എന്താണ് ഇതിന്റെ ടെക്നിക് എന്ന്. ഞാനൊരു ക്ലാസിക് ഡാൻസറാണ്, ഇപ്പൊ ഒഡീസിയം പഠിക്കുന്നു. പക്ഷെ ബെല്ലി ഡാൻസ് അതെങ്ങനെയുള്ള ഡാൻസ് ആണെന്ന് വെച്ചാൽ, സ്റ്റൊമക്ക് മാത്രമേ ഷേക്കാവൂ, ബോഡി ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും, ബെല്ലി മാത്രമേ മൂവ് ആവുകയുള്ളൂ, വയറ്റിലുള്ള മസിൽ മാത്രമേ മൂവ് ആവുകയുള്ളൂ. സോ ഇതിൽ കോൺസെൻട്രേഷൻ വളരെ അത്യാവശ്യമാണ്. വളരെ എന്ന് വെച്ചാൽ നമ്മള് കോർ മസിൽ വെച്ചാണ് ഡാൻസ് കളിക്കേണ്ടത്. അതായത് നോക്കുകയാണെങ്കിൽ ഷേക്ക് ചെയ്തേ മതിയാവൂ. സോ മെഹർ എന്ന് പറയുന്ന ഒരാൾ ഡൽഹിയിലുള്ളതാ. അവിടെ ഒരു സ്കൂളും ഉണ്ട്. അവിടെ ബെല്ലി ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അതായത് വൈഭവിയാണ് അവരെ ഹയർ ചെയ്യുന്നത്. അവര് ഡൽഹിയിൽ നിന്ന് ബോംബെ വന്നാണ് എന്നെ ബെല്ലി ഡാൻസ് പഠിപ്പിക്കുന്നത്. അവരുടെ ടെക്നിക്ക് പറഞ്ഞു തന്നു. എനിക്ക് 2-3 മാസമായി ഈ ടെക്നിക്കൊക്കെ പഠിക്കാൻ വേണ്ടി. ഇന്നെനിക്ക് അഹങ്കാരത്തോടെ പറയാൻ കഴിയും, അവരെനിക്ക് ബെല്ലി ഡാൻസിന്റെ ബുക്ക് തന്നെ തന്നെന്ന്. ഹലോ മാഡം, എന്റെ പേര് പല്ലവി മുഖർജി. ഹേയ് ഞാനൊരു- മുഖർജി, കൊള്ളാലോ. ചേട്ടാ ചേട്ടാ, അനിയത്തി അനിയത്തി. മാം, നിങ്ങൾ ഒരു പക്ഷെ ആക്ടർ ആയിരുന്നില്ലെങ്കിൽ വേറെ എന്താകുമായിരുന്നു മാം? കുട്ടിയുടെ ആക്സന്റ് വളരെ സ്വീറ്റ് ആണ്. താങ്ക് യു മാം. ഒരു പക്ഷേ ഞാൻ ആക്ടർ ആയില്ലെങ്കിൽ ഇപ്പോ 2 കുട്ടികളുടെ അമ്മയായിട്ട് ആ ഓഡിയൻസിൽ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരുന്നേനെ. റാണി, താങ്കളോട് എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു. താങ്കളുടെ കരിയറിനെ കുറിച്ചും താങ്കളുടെ ആക്ടിങ്ങിനെ കുറിച്ചും പിന്നെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിച്ചു. അതെ. അതിനെക്കുറിച്ച് മലയാളത്തിൽ പറയുകയാണെങ്കിൽ താങ്കൾ എല്ലാ ചോദ്യങ്ങൾക്കും ടക്ക് എന്നുള്ള ഉത്തരവും നൽകി. അതെ. ഇപ്പോ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ശശി സനിയുടെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കെ അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് റാണി മുഖർജിയോടാണ്. നമ്മൾ റാണി മുഖർജിയോട് ചേഞ്ചിങ് കരിയറിനെ കുറിച്ച് ചോദിച്ചു, അവരുടെ ഫിലിമിനെ കുറിച്ച് ചോദിച്ചു, അവരുടെ ലൈഫിനെ കുറിച്ചും ചോദിച്ചു. ഇപ്പോൾ ആപ്കെ അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ശശി സനിയുടെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാം. റാണി മുഖർജി, നിങ്ങൾ രജിത് സാറിന്റെ ചോദ്യങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതായത് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളുടെ ഹൃദയത്തെയും വിശ്വാസത്തെയും നിങ്ങൾ ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ ക്ലാസിക് ആയിട്ടും മാസായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്താ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു റാണിയായിട്ട് തന്നെ ജീവിക്കണം. അതിനുശേഷം ഈ വർഷത്തിൽ നിങ്ങൾക്ക് ഹൈ ആക്കി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് വിശ്വാസമുണ്ട്, റാണി മുഖർജി അവരുടെ സിനിമകൾ മുഖേന നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു റാണിയെപ്പോലെ അവർ കാണും. ഭാവിയിലുള്ള അവരുടെ സിനിമകൾ വിജയിക്കണം. ഈ ആശംസകളോടുകൂടി ഈ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.